അധികാരം നഷ്ടപ്പെട്ടതോടെ രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അസദും കുടുംബവും മോസ്കോയിൽ. അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്ന് റഷ്യൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ബാഷർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചാണ് സൈന്യം സിറിയ പിടിച്ചെടുത്തത്. വിമത സൈന്യമായ ഹയാത്ത് താഹിർ അൽ ഷാം ആണ് സിറിയ പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്നത്. ഇന്നലെ ബാഷർ അസദ് എവിടെയെന്ന ദുരൂഹതയുണ്ടായിരുന്നു. വിമത പ്രദേശം പിടിച്ചെടുക്കുന്ന സമയത്ത് തന്നെയാണ് വിമാനം പറന്നുയർന്നത്. അസദിന്റെ വിമാനം സിറിയൻ പ്രദേശത്തേക്ക് തന്നെയാണ് പറന്നുയർന്നത്. അസദിന്റെ ശക്തി കേന്ദ്രം കൂടിയാണിവിടെ. അല്പസമയത്തിനകം വിമാനം പറന്ന് മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതോടെയാണ് ബാഷർ എവിടെയെന്ന ചോദ്യം ശക്തമായത്. വിമാനം വെടിവെച്ചിട്ടോ അതോ ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തോ തുടങ്ങിയ അഭ്യൂഹങ്ങൾ നിലനിന്നു. പിന്നീടാണ് തലസ്ഥാനമായ മോസ്കോയിലെത്തിയതായുള്ള വിവരം ലഭിച്ചത്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ അഭയം നൽകിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 50 വർഷമായി സിറിയ ബാത്തിസ്റ്റ് ഭരണത്തിന്റെ കീഴിലായിരുന്നുവെന്നും നീണ്ട പോരാട്ടത്തിന് ശേഷം ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചെന്ന് വിമത സൈന്യം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ബാഷർ അസദ് രാജ്യം വിട്ടെന്ന വാർത്ത വന്നതോടെ ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ബാഷറിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് അബു മുഹമ്മദ് അൽ ജുലാനിയാണ് സിറിയയിൽ ഭരണത്തിലേറുന്നത്. അമേരിക്ക 10 കോടി വിലയിട്ട കൊടും ഭീകരനായിരുന്നു ജുലാനി. സിറിയൻ സേനയും ദമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചു പോയി. സുപ്രധാന ഭരണകാര്യാലയങ്ങളിൽ നിന്ന് സൈന്യവും പിന്മാറി. 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയാക്കളും 10% ക്രൈസ്തവരുമാണ് സിറിയയിലുള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണം ഭീകര സായുധ സംഘത്തിന്റെ കീഴിലെത്തുമ്പോൾ എന്താകും സിറിയയുടെ ഭാവിയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.